ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമുക്ക് പല പല ബെനിഫിറ്റ്സുകളും സംഭവങ്ങളൊക്കെയാണ്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ, ഫ്യൂവൽ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ ട്രാവൽ ചെയ്യുമ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് നമുക്ക് ആക്ച്വലി ക്രെഡിറ്റ് കാർഡ് കൊണ്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഫുൾ വീഡിയോന് മുമ്പ് ചെയ്തിട്ടുണ്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് നല്ലതാണോ സംഭവമൊക്കെയാണ്. നമ്മൾ ഓൾറെഡി വീഡിയോ 2-3 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട്. 3 ദിവസമല്ല, ഒരാഴ്ചയൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ കണ്ടായിരിക്കും, അത് കടത്തിൽ പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഒരു കാർ വാങ്ങിച്ചാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സുകളുടെ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. വിത്ത് എക്സാമ്പിളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറേ ആൾക്കാർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് കാർ വാങ്ങിക്കലും, അതുപോലെ തന്നെ എന്താ പറയുക ഡിപ്രിഷിയേറ്റിംഗ് അസറ്റ്സുകളൊക്കെ വാങ്ങിക്കുന്ന ഒരു പരിപാടിയാണ്. വെച്ചാൽ ലോൺ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഈ കാറിൻ്റെ എമൗണ്ട് വരുന്നത് മാത്രമല്ലാണ്ട് നമുക്ക് കുറേ ബെനിഫിറ്റ്സും ചിലപ്പോൾ നമുക്കൊരു 10-50,000 രൂപ മിനിമമെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ക്യാഷ് ബെനിഫിറ്റ്സ് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ കിട്ടും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് കാർഡ്സ് നിങ്ങൾ ഏതാണോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും ഇത് മാറി വരിക. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയാൻ പോകുന്ന ഒരു 10 ലക്ഷത്തിൻ്റെ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഒരു 10 ലക്ഷം വേണം, ഒരു 50 ലക്ഷത്തിൻ്റെ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽ വെച്ചിട്ടാണ് നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ 2 ചാനൽസും കണത്ര പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളില്ലെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാനൽ കണത്ര പോയി കണ്ടു നോക്കുക. നമ്മൾ GHH വേൾഡ് എന്നാണ് ചാനൽ പേര്. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസുകൾ, ഗാഡ്ജറ്റ് കമ്പാരിസൺ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ടെലിഗ്രാം ചാനലിലെ ലിങ്കും ഇൻസ്റ്റാഗ്രാം പേജിലെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇത് ആക്ച്വലി കുറേ പേര് ചെയ്യുന്ന പരിപാടിയാണ്. എൻ്റെ കുറേ ഫ്രണ്ട്സും സംഭവങ്ങളൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ച് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രീമിയം ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ടെങ്കിൽ ശരിക്കും ഇങ്ങനത്തെ സംഭവത്തിൽ നല്ലോണം ഉപയോഗിക്കാൻ പറ്റും. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയാം, കാർക്ക് വാങ്ങിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും അത്ര ലിമിറ്റ് വേണം. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ക്രെഡിറ്റ് കാർഡ്സ് വെച്ച് വാങ്ങിക്കാം, കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം ഒരു 4-5-3 ലക്ഷമെങ്കിലും നമുക്ക് കയ്യിലുണ്ടെങ്കിൽ, ഒരു ലിമിറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അത് വേറൊരു മെയിൻ പോയിന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വാങ്ങിക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ പ്രീമിയം ക്രെഡിറ്റ് കാർഡ് എടുക്കുകയാണെങ്കിൽ നാച്ചുറലി നമുക്ക് ഈ ബേസിക് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതും കൂടുതൽ ലിമിറ്റ് നോർമലി കിട്ടാറുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല. അത് എന്ന് വെച്ചാൽ നമുക്ക് ലിമിറ്റഡ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൾ നമ്മുടെ പ്രൊഫൈൽ നോക്കിയിട്ടാണ് ശരിക്കും ഇൻകം സംഭവമൊക്കെ തീരുമാനിച്ചിട്ടാണ് ഇത് ലിമിറ്റ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, അത് വേറെ കാര്യം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 9 ലക്ഷത്തിൻ്റെ നമ്മൾ കാർ വാങ്ങിക്കാൻ വിചാരിക്കുക. അതിൽ ആദ്യത്തെ ഒരു 5 ലക്ഷം നമ്മൾ ആക്സിസ് വിസ്താര കാർഡ്, നമുക്കറിയാം ആക്സിസ് ബാങ്കും വിസ്താര നമ്മുടെ എയർലൈൻസും കൂടി ടൈപ്പ് ചെയ്തിറക്കിക്കുന്ന ഒരു കോബ്രാൻ്റെ കാറാണ്. അതുകൊണ്ട് നമ്മൾ 5 ലക്ഷം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50,000 രൂപയുടെ വെർത്തായിട്ടുള്ള എയർ ടിക്കറ്റ്സ് നമുക്ക് എന്താ പറയുക ഒരു ബെനിഫിറ്റ് ആയിട്ട് തിരിച്ചു കിട്ടുന്നുണ്ട്. അതുപോലെ അത് മാത്രമല്ല 10K വെർത്തായിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് അപ്പോൾ അവിടെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 60,000 രൂപയുടെ വെർത്ത് വന്നിട്ടുണ്ട്, തിരിച്ചു കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബാക്കി 3.5 ലക്ഷം രൂപ നമ്മൾ ആക്സിസ് അറ്റ്ലസ് ബാങ്കിൻ്റെ കാർഡ് കൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 9,500 പോയിന്റ്സ് ആയിട്ട് നമുക്ക് തിരിച്ചു കിട്ടും. അത് നമുക്ക് ആക്ച്വലി എക്കോർ ഹോട്ടൽസായി ഒരു കുറേ ടൈപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഹോട്ടൽ സ്റ്റേന് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് 2 എന്താ പറയുക 5 സ്റ്റാർ ദിവസത്തെ സ്റ്റേ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതെടുക്കാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 20,000 രൂപയുടെ വാല്യൂ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമുക്കൊരു 50,000 രൂപയുടെ HDFC കാർഡ് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നമ്മളൊരു 3,500 അതുപോലെ തന്നെ 8 ഓൾമോസ്റ്റ് 9 ലക്ഷം കറക്റ്റ് അവിടെ വന്നിട്ടുണ്ട് പേയ്മെന്റ്. HDFC ബാങ്ക് ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങൾ ഏത് ബാങ്കാണ് കാർഡിന്റെ കാർഡാണോ ഉപയോഗിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഒരു മില്യനിയർ കാർഡ് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 10,000 പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അതിൽ കിട്ടും. അപ്പോൾ അതും നമുക്ക് വേർത്താണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു മൈനസ് നമുക്ക് ഈ കൺവീനിയൻസ് ചാർജും അതുപോലെ തന്നെ കമ്മീഷൻ സംഭവമൊക്കെ ആയിരിക്കും. അതും ഒരു മാക്സിമം നമുക്കൊരു 10-15 മാക്സിമം കൂട്ടി വെക്കാം. നോർമലി 2% ബാങ്ക് നമ്മുടെ കാറുകാരൊക്കെ എടുക്കുക. അത് നമുക്ക് വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ 1.5%, 1% ആക്കാം. എന്നാലും നമുക്കൊരു മാക്സിമം ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു 20,000 രൂപ വെക്കാതെ വരിക. എന്നാലും നമുക്ക് ഓൾമോസ്റ്റ് 60,000 രൂപയുടെ വാല്യൂ ബാക്ക് നമുക്ക് തിരിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് എന്താ പറയുക ഇതുപോലെ ക്യാഷ് ബാക്ക് ആയിട്ടും അല്ലെങ്കിൽ ടിക്കറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക സ്റ്റേ ആയിട്ടും അങ്ങനത്തെ അത് ഡിപ്പെൻഡ്സ് അപ്പോൾ കാർഡ് ടൈപ്പാണ്. നമുക്കത് ഏത് തരത്തിൽ വേണമെങ്കിൽ മാറ്റി എടുക്കാം. ഡിപ്പെൻഡ്സ് അപ്പോൾ നിങ്ങളത് കറക്റ്റ് ഏത് കാർഡിനാണ് നല്ല ബെനിഫിറ്റ്സ് വരാൻ നോക്കിയിട്ട് മാറ്റിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ അമേരിക്കൻ MS കാർഡ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വേറെ ഡിഫറൻസ് കിട്ടും. നിങ്ങൾക്ക് അറിയാം MS കാർഡിൻ്റെ പോയിന്റ്സ് കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോൾഡ് അടക്കം വാങ്ങിക്കാൻ പറ്റും. 24 കാരറ്റ് ഗോൾഡ് അടക്കം നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതായത് ഒരു നമ്മുടെ ഭീമ ജ്വല്ലറീസ് അങ്ങനെ എന്തൊക്കെയോ ജ്വല്ലറി ആയിട്ട് താജ് വൗച്ചേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ തനിഷ്ക് വൗച്ചേഴ്സ് ആയിട്ടൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഈ അമെക്സിൻ്റെ അവർ ടൈപ്പ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഗോൾഡായിട്ട് വേണമെങ്കിൽ വാങ്ങിക്കാം. അപ്പോൾ അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെ കാർ വാങ്ങിക്കുമ്പോൾ നോർമലി നമ്മൾ ഈ കാർ വാങ്ങിക്കുമ്പോഴൊക്കെ നമുക്ക് നഷ്ടമാണല്ലോ ഉണ്ടാകാറ്. എന്ന് വെച്ചാൽ ലോണാണ്.
അതിന് നമുക്ക് ഇതെല്ലാത്തിനും പുറമെ ഇത് നമ്മൾ കയ്യിൽ ലിക്വിഡ് മണി ഉണ്ടെങ്കിൽ മാത്രമേ സംഭവം നടക്കുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ലോൺ എടുക്കാൻ തന്നെ രക്ഷയുള്ളൂ, അല്ലെങ്കിൽ പിന്നെ വേറെ പണിയൊന്നുമില്ല, വേറെ രക്ഷയൊന്നുമില്ല. ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾ EMI കൺവേർട്ട് ചെയ്യണമെങ്കിൽ നോർമൽ കാർ ലോണായിട്ടും എക്സ്പെൻസീവ് ആകും. അപ്പോൾ പിന്നെ അത് വലിയ സംഭവം ഇല്ല. അപ്പോൾ പക്ഷേ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് വെറുത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലെ ടോട്ടൽ ബില്ല് അടയ്ക്കുകയാണെങ്കിൽ മാത്രമേ വെറുത്ത് കിട്ടുള്ളൂ. നോർമലി മിക്ക എല്ലാ കടകളിലും EMI കൺവേർഷന് എന്താ പറയുക ക്യാഷ് ബാക്ക് ഇല്ല. അപ്പോൾ പിന്നെ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇതാണ് ഒരു സിനാരിയോ. നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ എങ്ങനെ നമുക്ക് എന്താ പറയുക ക്യാഷ് ബാക്ക് ഏൺ ചെയ്യാം, എങ്ങനെ നമുക്ക് എന്താ പറയുക ബെനിഫിറ്റ്സ് ഏൺ ചെയ്യാം, എങ്ങനെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാം. ഇതെല്ലാം ക്യാഷ് ആണല്ലോ, ക്യാഷ് കൊടുത്താലേ ഇതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു സിനാരിയോ ആണ്. അപ്പോൾ ഇതുപോലെ മൾട്ടിപ്പിൾ യൂസുകളുണ്ട്. ഇപ്പോൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ആയിക്കോട്ടെ, എക്സാമ്പിളായിട്ട് ആമസോണിൽ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടുന്നില്ല. അതൊരു വെറുതെ തന്നെയല്ലേ, നമുക്ക് ആ കാർഡില്ലെങ്കിൽ നമുക്ക് ആ സാധനം കിട്ടില്ലല്ലോ. അപ്പോൾ അത് ഒരു ഇത് തന്നെയാണ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് പ്ലസ് ഉണ്ട് മൈനസും ഉണ്ട്. നമ്മളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത് നല്ലതാണെന്ന് ചോദിച്ചിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്ത പോയി കണ്ടു നോക്കാം. നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉപയോഗിക്കുക, jemmy.banksupport. നിങ്ങൾക്ക് അതിലൂടെ ഈ സൈഡ് തന്നെ ക്രെഡിറ്റ് കാർഡ്സ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ റെഫറൽ ലിങ്കാണ് എല്ലാം സെറ്റപ്പിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇൻകം പ്രൂഫ് ഇല്ലാണ്ട് തന്നെ കിട്ടാനുള്ള ചാൻസ് കൂടുതൽ കിട്ടാം. മറക്കണ്ട, എല്ലാ ക്രെഡിറ്റ് കാർഡ്സുകളും ബാങ്ക് ലോൺസ് ഒക്കെ നമ്മളതിൽ കൊടുത്തിട്ടുണ്ട്. മറക്കണ്ട, നിങ്ങൾക്ക് സിബിൽ സ്കോറും ചെക്ക് ചെയ്യില്ല, മറക്കണ്ട. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ അടുത്ത് കാണാം.